ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളുടെ വേർഡ് മീനിങ് സെക്ഷനാണ്. ഞാൻ മുമ്പ് പറഞ്ഞതാണ് എല്ലാ ആഴ്ചകളിലും വേർഡ്സിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇന്ന് നമ്മളുടെ വേർഡ് മീനിങ് പഠിക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാചക സംബന്ധമായിട്ടുള്ള വേർബ്സ് ആണ് കേട്ടോ. അതായത് പാചകത്തിൽ, അതായത് ഫുഡിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വേർബ്സ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വേവിക്കും, പുഴുങ്ങും, വറുക്കും, പിന്നെ എന്താണ് പൊരിക്കും, ഇല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പാചകം അല്ലെങ്കിൽ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്ന്. ഇനി ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല. കാരണം എല്ലാം ഏകദേശം ഒരു 98% എല്ലാ വേർഡ്സും ഞാൻ ഈ ക്ലാസ്സിൽ കുറച്ച് നേരം കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിൻ്റെ വേർബ് മീനിങ്, അതായത് കുക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ കുക്കിംഗ് സംബന്ധമായിട്ടുള്ള വേർബ് മീനിങ് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുക്കിംഗ് വീഡിയോ കാണാൻ പറ്റില്ല. യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് ആണല്ലേ. അപ്പോൾ അവർ നമ്മളുടെ ഈ ഒരു പാചകത്തിൽ കൂടുതലായിട്ടും ഇംഗ്ലീഷ് വേർഡ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഫ്രൈ ചെയ്യുക എന്നായിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് റോസ്റ്റ് ചെയ്യുക എന്ന് പറയും, ഗ്രില്ല് ചെയ്യുക എന്ന് പറയും, ബേക്ക് ചെയ്യുക എന്ന് പറയും, അല്ലേ? അങ്ങനെ ഇംഗ്ലീഷ് ആയിരിക്കും അവർ കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ടാവുക. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, ഇത് എന്താണ് ഇത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ഇനി ആർക്കും വേണ്ട. നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഞാൻ ഇപ്പോൾ ഈ ഒരു ഫുൾ ക്ലാസ്സിനെ ഞാനൊരു കുറച്ച് സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് വേർഡ്സ് ഉണ്ട്, അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ട്രിക്ക് വഴിയാണ് കേട്ടോ ഞാൻ നിങ്ങളെ പെട്ടെന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്രയും വേർഡ്സ് ഫുൾ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തിളപ്പിക്കുക, പുഴുങ്ങുക, വേവിക്കുക, ഇതെല്ലാമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കുക്കിങ്ങിൽ ചെയ്യുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? തിളപ്പിക്കാറുണ്ട്, പുഴുങ്ങാറുണ്ട്, അല്ലേ? കുക്കറിൽ വയ്ക്കാത്ത ഒരു പണി നമുക്കില്ല. അപ്പോൾ പുഴുങ്ങാറുണ്ട്, വേവിക്കാറുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് മീനിങ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ബോയിൽ ആണ് കേട്ടോ. ബോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളപ്പിക്കുക, വേവിക്കുക, പുഴുങ്ങുക, അങ്ങനെയുള്ള എല്ലാ അർത്ഥങ്ങളും വരുന്നതാണ് ബോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഇപ്പോൾ മുട്ടയൊക്കെ നമ്മൾ എന്താണ് കുക്കറിൽ വെച്ചാൽ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, വേവിക്കുകയാണ് ചെയ്യുന്നത്, പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സാധനങ്ങളും കേട്ടോ. അതായത് വേവിക്കുക, പുഴുങ്ങുക, തിളപ്പിക്കുക, എല്ലാം നമ്മൾ എന്താണ് ബോയിൽ എന്നാണ് പറയുക. ബോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിക്കുക, വേവിക്കുക, പുഴുങ്ങുക എന്നെല്ലാം അർത്ഥം വരും. ഇനി അടുത്തത് മെൽറ്റ് എന്നുള്ളതാണ്. മെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുക്കുക എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബട്ടറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കട്ടിയായിട്ടാണെങ്കിൽ നമ്മൾ ബട്ടർ ഉണ്ടാവും. ഈ ബട്ടർ നമ്മൾ എന്താണ് പാനിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ എന്താണ് നമ്മൾ ഉരുക്കിയാണ് എടുക്കുന്നത്, അല്ലേ? വെള്ളം പോലെ ഉരുക്കിയെടുക്കും. അതിനെയാണ് നമ്മൾ മെൽറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മെൽറ്റിന് മറക്കരുത്, ഉരുക്കുക എന്നർത്ഥം. അടുത്തത് സിമ്മർ എന്നുള്ള പദമാണ്. സിമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. സിമ്മർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തിളച്ച് മറിയുന്നതിനെയാണ് നമ്മൾ സിമ്മർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പതപൊങ്ങി, തിളച്ച് പൊങ്ങി വരുന്നത്. പാലൊക്കെ എങ്ങനെയാണ്? തിളച്ച് പൊങ്ങി വരില്ലേ? ഇങ്ങനെ എന്താണ്, ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ബബിൾസ് ഒക്കെ ആയിട്ട്, കുമ്പളകളൊക്കെ ആയിട്ട് ഇങ്ങനെ പതച്ച് പൊങ്ങി വരും. ഇതിനെ നമ്മൾ സിമ്മർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അരി വേവിക്കുമ്പോഴും എന്താണ്, കഞ്ഞിവെള്ളം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ തിളച്ച് വരില്ലേ? തിളച്ച് വരിക എന്നർത്ഥം. അതിനെയാണ് നമ്മൾ സിമ്മർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഏതൊക്കെയാണ് പഠിച്ചത്? വെള്ളം തിളപ്പിക്കുന്നതിനെ, വേവിക്കുന്നതിനെ, പുഴുങ്ങുന്നതിനെ, ഉരുക്കുന്നതിനെ, വെള്ളം തിളച്ച് പൊങ്ങുന്നതിനെ എല്ലാം ഇത്രയും വേർഡ്സിലാണ് നമ്മൾ പറയുന്നത്. ബോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിക്കുക, വേവിക്കുക, പുഴുങ്ങുക എല്ലാം. മെൽറ്റ് എന്ന് പറഞ്ഞാൽ ഉരുക്കുക. സിമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ച് പൊങ്ങുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റഡ് ആയി. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഇതിൽ നമ്മൾ നോക്കുന്നത് ചേർക്കുന്നതിനെയാണ്. ഇപ്പോൾ ഒരു പാചകമായി കഴിയുമ്പോൾ നമുക്ക് ഒരു എന്താണ്, ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല സാധനങ്ങൾ അതിലേക്ക് ചേർക്കേണ്ടതായിട്ട് വരുമല്ലേ? ഇപ്പോൾ ഉപ്പ്, മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം നമ്മൾക്ക് ചേർക്കേണ്ടതായിട്ട് വരുമല്ലേ? ഒരുപാട് സാധനങ്ങളുടെ മിശ്രിതം അല്ലെങ്കിൽ മിക്സാണ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്നതിനെ നമുക്ക് ചില സാധനങ്ങൾ ചേർക്കേണ്ട വരും, ചില സാധനങ്ങൾ ഒഴിക്കേണ്ട വരും, അല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് മീനിങ് എന്താണെന്ന് നോക്കാം. ആഡ് എന്നുള്ളതാണ് ആദ്യത്തേത്. ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർക്കുക എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, ആഡ് 1 ടീസ്പൂൺ ഓഫ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. ഓക്കെ, അപ്പോൾ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർക്കുക എന്നർത്ഥം. ഇനി
pour എന്നാണ് പറയുന്നതെങ്കിൽ ഒഴിക്കുക എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, pour 1 glass of milk അല്ലെങ്കിൽ pour 1 glass of water എന്ന് വെച്ചാൽ ഇതെല്ലാം ഒഴിക്കലാണല്ലേ, ആഡ് അല്ല, ഒഴിക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ pour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കുക എന്നാണ് മീനിങ്. ഇനി അടുത്തത് പിഞ്ച് എന്നുള്ളതാണ്. പിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നുള്ള്, ഇങ്ങനെ ഒരു നുള്ള് എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നുള്ള് ഉപ്പ്. ഓക്കെ, അപ്പോൾ പിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നുള്ള് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ചേർക്കുന്നതിന് ഇത്ര കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർക്കുക, പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കുക, പിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നുള്ള് എന്നർത്ഥം. അപ്പോൾ കൂട്ടിച്ചേർത്തു അല്ലേ, സാധനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇളക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനുള്ള ഇംഗ്ലീഷ് വേർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സ് ആണ്. മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്നതിന് മിക്സ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യും. മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്നതിന് മിക്സ് എന്ന് പറയാം കേട്ടോ. ഇനി അടുത്തത് സ്റ്റിർ എന്നുള്ള വാക്കാണ്. സ്റ്റിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കുക എന്നാണ്. ഇങ്ങനെ ഇളക്കുന്നതിനെ നമ്മൾ സ്റ്റിർ എന്നാണ് പറയുക. ഇപ്പോൾ നമ്മളെന്താണ്, ചായയിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇളക്കും, അല്ലെങ്കിൽ ജ്യൂസിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കും. അതിനെ നമ്മൾ സ്റ്റിർ എന്നാണ് പറയുന്നത്. അടുത്തത് സ്ക്രാമ്പിൾ എന്നുള്ള വാക്കാണ്. സ്ക്രാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടഞ്ഞെടുക്കുക എന്നർത്ഥം. അതായത് ഇപ്പോൾ എന്താണ്, കട്ടിയാക്കി കൊഴുപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, തൈരെല്ലാം നമ്മളെന്താണ് ഇങ്ങനെ കാണിച്ച് നമ്മളതിനെ കട്ടിയാക്കി കടഞ്ഞെടുക്കുമല്ലേ, കട്ടിയുള്ളതാക്കും. അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴെല്ലാം നമ്മളെന്താണ് ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളത് കട്ടിയുള്ളതാക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളിൽ എന്താണ് നമ്മളിങ്ങനെ കൊഴുപ്പിച്ചെടുക്കാറുണ്ടല്ലേ ഫുഡ് ഐറ്റംസ്. അങ്ങനെ കൊഴുപ്പിച്ചെടുക്കുന്നതിനെ നമ്മൾ സ്ക്രാമ്പിൾ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് വിസ്ക് ആണ്. വിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലേ. ഇപ്പോൾ മുട്ട ബീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഈ വിസ്ക് ഉപയോഗിക്കാറുണ്ട്. വിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്കുക എന്നാണ് അർത്ഥം. അതായത് വിസ്ക് നമ്മളിങ്ങനെ ഇളക്കുകയല്ല ചെയ്യുന്നതല്ലേ, നമ്മളെന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ കറക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ബീറ്ററൊക്കെ എന്താണ്, ഇങ്ങനെ കറക്കുകയാണ്. നമ്മൾ ബീറ്ററൊക്കെ ഇങ്ങനെ കറങ്ങിയല്ലേ അത് ഇളകുന്നത്. അപ്പോൾ അങ്ങനെ കറക്കുന്നതിനെ നമ്മൾ വിസ്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബ്ലെൻഡ് എന്നുള്ളതാണ്. ബ്ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കുഴച്ചെടുക്കുന്നതിന് ബ്ലെൻഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവും അതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഇങ്ങനെ ഒരു മിശ്രിതമാക്കി ഇങ്ങനെ ഇളക്കില്ലേ, അപ്പോൾ കൂട്ടിക്കുഴക്കുക, അതിനെ നമ്മൾ ബ്ലെൻഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണ്, മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്നതിനെ, സ്റ്റിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കുന്നതിനെ, ബ്ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കുഴയ്ക്കുന്നതിനെ, വിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്കുന്നതിനെ, അതുപോലെ സ്ക്രാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൊഴുപ്പിച്ചെടുക്കുന്നതിനെ കേട്ടോ, അല്ലെങ്കിൽ കട്ടിയാക്കി എടുക്കുന്നതിനെ സ്ക്രാമ്പിൾ എന്നാണ് പറയുക. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മളെന്താണ് ഈ ഇളക്കുന്ന ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അതിൽ ഇത്ര കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് മെയിനായിട്ടുള്ള പോർഷനാണ്. പച്ചക്കറി എല്ലാം നമുക്ക് അരിയേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ എന്ത് സംഭവങ്ങളായാലും നമുക്ക് അരിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടല്ലേ പാചകത്തിൽ. അപ്പോൾ അരിയാനായിട്ട് പല രീതിയിൽ നമ്മൾ പച്ചക്കറി ആണെങ്കിൽ എന്താണെങ്കിലും അരിയാറുണ്ട്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ ചോപ്പ് എന്നുള്ള വാക്കാണ് നോക്കുന്നത്. ചോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനുകുനുകുനാന്നരിയാന്ന് പറയില്ലേ, നമ്മളുടെ പച്ച മലയാളത്തിൽ ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഏകദേശം ഞാൻ പിക്ചർ കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഊഹിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുനുകുനുകുനാന്നരിയുന്നതിനെ നമ്മൾ ചോപ്പ് എന്നാണ് പറയുന്നത്. അതുപോലെ ഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരയ്ക്കുന്നതിനെയാണ് ഗ്രേറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ടൂൾ ഉണ്ടല്ലോ, ഈ കിച്ചൺ ടൂൾ, നമ്മുടെ പച്ചക്കറി ഇരുന്ന് ഈ ടൂളിലും നമ്മളിപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം ഇങ്ങനെ കാണിച്ച് ഉരച്ചെടുക്കാറില്ലേ, അതിനെയാണ് നമ്മൾ ഗ്രേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കട്ട് എന്നുള്ളതാണ്. കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, മുറിക്കുന്നതിനെ നമ്മൾ കട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മുറിക്കുന്നതിനെ കട്ട് എന്ന് പറയും. അടുത്തത് പീൽ എന്നുള്ളതാണ്. പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി മാത്രം കളയുന്നതിനെ പീൽ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ നമ്മുടെ ഈ പീലർ എന്ന് പറയുന്ന ഈ ഒരു ടൂള് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഈ ഒരു പീലർ എന്ന് പറയുന്നതിനെ പറയുന്നത് ഇതിനർത്ഥം തൊലി കളയുക. അതായത് ഇതിങ്ങനെ പച്ചക്കറി വയ്ക്കുക, ഇതിനെ നേരെ വയ്ക്കുക, ഇങ്ങനെ കാണിക്കുമ്പോൾ താഴേക്ക് കാണിക്കുമ്പോൾ എന്താണ്, ആ തൊലി മാത്രം, ആ സ്കിന്ന് മാത്രം പുറത്തേക്ക് വരും അല്ലേ. ഇതിനെയാണ് നമ്മൾ പീൽ എന്ന് പറയുന്നത്. അതായത് തൊലി കളയുന്നില്ല. ഇപ്പോൾ മാംഗോയുടെയൊക്കെ എന്താണ് നമ്മളിങ്ങനെ വലിച്ചെടുത്ത് നമ്മളെന്താണ് അതിൻ്റെ തൊലി മാത്രം ചെത്തി കളയാറുണ്ട്. ഇതിനെ നമ്മൾ പീൽ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് സ്ലൈസ് എന്നുള്ളതാണ്.
സ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂളുക എന്നാണ് കേട്ടോ അർത്ഥം. ഇതിപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ മാങ്ങയെല്ലാം ഒരു പൂള് തരുമെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്, ഒരു സ്ലൈസ് തരുമെന്ന് ചോദിച്ചാലും മതി. അതുപോലെ തന്നെ ബ്രെഡൊക്കെ ഇങ്ങനെ വലിയ കഷ്ണം ബ്രെഡാണെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് പൂളി വയ്ക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ പൂളുക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സ്ലൈസ് എന്ന് ഇംഗ്ലീഷിൽ പറയും കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ചോപ്പ് എന്ന് പറഞ്ഞാൽ കുനാന്നരിയ. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഉരയ്ക്കുക, ഇങ്ങനെ ഉരച്ചരിയുന്നതിനെ. അതുപോലെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ മുറിക്കില്ലേ, പച്ചക്കറിയൊക്കെ മുറിക്കുന്നതിനെ നമ്മൾ കട്ട് എന്ന് പറയാം. പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി മാത്രം കളയുന്നതിനെ പീൽ എന്ന് പറയാം. സ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂളുക എന്നർത്ഥം കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യുന്നതിന്, മുറിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേർബ്സ്. അടുത്തത് ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. കുറച്ചധികം കാര്യം. ചിലതൊക്കെ നമ്മൾ വേവിച്ചെടുക്കും, ചിലതൊക്കെ ഫ്രൈ ചെയ്തെടുക്കും, ചിലതൊക്കെ പൊരിച്ചെടുക്കും, വറുത്തെടുക്കും അല്ലേ, ചിലതൊക്കെ ചുട്ടെടുക്കും അല്ലേ. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ടിട്ടുള്ള വേർബ്സാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഗ്രിൽ എന്നുള്ളതാണ്. ഗ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയിൽ ചുട്ടെടുക്കുന്നതിന്, വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് വെറുതെ ചുട്ടെടുക്കുന്നതിന്, തീയിൽ ചുട്ടെടുക്കുന്നതിന് കേട്ടോ. തീയിൽ ചുട്ടെടുക്കുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഗ്രിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ബേക്ക് എന്താണെന്ന് നോക്കാം. ബേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക, വേവിച്ചെടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ തീയിലല്ല നമ്മൾ വേവിച്ചെടുക്കുന്നത്, ചൂടിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ബേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓവനിലൊക്കെ നമ്മളെങ്ങനെയാണ്, തീയിലല്ലല്ലോ ചെയ്യുന്നത്, കുറേ ചൂട് മാത്രം കൊടുത്തിട്ട് നമ്മളെന്താണ് അതിനെ വേവിച്ചെടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ബേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രിൽ എന്ന് പറഞ്ഞാൽ തീയിൽ വേവിച്ചെടുക്കുന്നതിനെയും ബേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടിൽ വേവിച്ചെടുക്കുന്നതിനെയുമാണ്. അപ്പോൾ കേക്ക് എല്ലാവരും നമ്മൾ ഉണ്ടാക്കുന്നവരാണ്, പക്ഷേ ബേക്ക് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ബേക്ക് എന്ന് പറഞ്ഞാൽ ചൂടിൽ വേവിച്ചെടുക്കുക എന്നർത്ഥം. ഇനി അടുത്തത് ഫ്രൈ എന്നുള്ളതാണ്. ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിക്കുക എന്നാണ് കേട്ടോ മീനിങ്. പൊരിക്കുന്നതിനെയാണ് ഫ്രൈ, അതായത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ പൊരിക്കില്ലേ, അതിന് നമ്മൾ ഫ്രൈ എന്നാണ് പറയുന്നത്. റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വരട്ടിയെടുക്കുക എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ റോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിനെയും റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരട്ടിയെടുക്കുന്നതിനെയും പറയുന്നു. ഇനി അടുത്തത് ടോസ്റ്റ് എന്നുള്ളതാണ്. ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കില്ലേ. ഇപ്പോൾ ബ്രെഡൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടിയെടുക്കാറുണ്ട്, പഴമൊക്കെ നമ്മൾ എന്താണ് ജസ്റ്റ് ഒന്നിങ്ങനെ അരിഞ്ഞിട്ട് ഒന്ന് വാട്ടിയെടുക്കാറുണ്ട്, ഒന്ന് തളർത്തിയെടുക്കാറുണ്ടല്ലേ, അതിനെയാണ് നമ്മൾ ടോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി 2 വേർഡ്സ് കൂടെ ഉണ്ട്, അത് നമ്മൾ ഇതുപോലെ തന്നെ കുക്കിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. ആദ്യത്തേത് ഡിപ്പ് എന്നുള്ളതാണ്. ഡിപ്പ് എന്ന് പറഞ്ഞാൽ മുക്കുക അല്ലേ. ഇപ്പോൾ നമ്മൾ എന്താണ് ഈ പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് മാവിൽ ഇങ്ങനെ മുക്കിയിട്ട് പൊരിക്കും അല്ലേ, മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളെല്ലാം ഇംഗ്ലീഷ് വാക്കിൽ പറയാം കേട്ടോ, അതെല്ലാം ഇംഗ്ലീഷ് വാക്കിൽ പറയാം. അപ്പോൾ ഡിപ്പ് എന്ന് പറഞ്ഞാൽ മുക്കുക എന്നർത്ഥം. ഇനി അടുത്തത് റോൾ എന്നുള്ളതാണ്. റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടുന്നതിനെയാണ് റോൾ എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ റോൾ ഷവർമ. എന്തുകൊണ്ടാണ് റോൾ അല്ലെങ്കിൽ റോൾ ഷവർമ എന്ന പേര് വരാനുള്ള ഒരു കാരണം, നമ്മൾ ആ ഒരു കുബൂസിൻ്റെ അകത്ത് എന്താണ് ചിക്കനെല്ലാം വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതാണ് നമ്മളതിന് റോൾ ഷവർമ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മറക്കണ്ട, റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുട്ടുക എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മളുടെ ഫുഡായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ വേർബ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, സ്വാദുണ്ടോ എന്ന് നോക്കാറുണ്ടല്ലേ. സ്വാദുണ്ടോ എന്ന് നോക്കണം, സ്വാദുണ്ടാവണോ എന്ന് നോക്കണം. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ടേസ്റ്റ് എന്നാണ് പറയുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാദ് എന്നർത്ഥം. പിന്നെ ഈ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം നമ്മൾ മാത്രം കഴിക്കരുത് കേട്ടോ, എല്ലാവർക്കും കൊടുക്കണം. അതായത് ഷെയറിങ് ആണ് എല്ലാത്തിൻ്റെയും ഇതാണ്. നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കി, അത് മറ്റുള്ളവർക്ക് കൊടുത്തു, നമ്മൾ നല്ല മനസ്സോടു കൂടി കൊടുക്കുക. ആ നല്ല മനസ്സോടു കൂടി കൊടുക്കുമ്പോൾ ആ ഫുഡിന് എന്തുണ്ടാവും, നല്ല രുചി ഉണ്ടാവും അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ കൊടുക്കുന്നതിനെ നമ്മൾ സെർവ് എന്ന് പറയുക, അതായത് വിളമ്പി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനെ സെർവ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളമ്പുക എന്നർത്ഥം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കുക്കിംഗ് ഏരിയയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എല്ലാത്തിൻ്റെയും ഞാൻ ഫോട്ടോസ് ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരില്ല എന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓരോ സെക്ഷനായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.